السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. സഹോദരങ്ങളെ, സൂറത്ത് മുൽക്കിലെ പലർക്കും മനപ്പാടമുള്ള ഒരായത്താണ്. നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസത്തിന് മാതൃകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ സംസ്ഥാനത്ത് ജീവിതത്തിൽ പിന്നോക്കം നിൽക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടി ഗവൺമെൻറ് ഒരുക്കിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഗവൺമെൻറ് ഒരു പെൻഷൻ കൊടുക്കും. കഴിഞ്ഞ മാസങ്ങളിൽ 1400ഓളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ആ പെൻഷൻ വാങ്ങിയത് വിവാദമായിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അനർഹമായി അന്യായമായി ഈ കാശ് കൈപ്പറ്റിയത്. ഇത് അറിവുള്ള വിവരമുള്ള വരുമാനമുള്ള ആളുകളുടെ ഒരു സ്വഭാവമായി പൊതുവിൽ നമ്മൾ സമൂഹത്തിൻ്റെ പൾസ് അറിയുന്നത് സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളും കാഴ്ചകളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ സമൂഹം എവിടെയാണ് എന്ന് നമ്മൾ അറിയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മളൊന്നും സ്വതന്ത്രരല്ല. ശക്തമായൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ഭരണകൂടമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. അങ്ങനെ നിയമവ്യവസ്ഥകൾ എമ്പാടുമുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. എന്നിട്ടും തിന്മകളുടെ ഗ്രാഫ് മേലോട്ടുയരുകയാണ്. കാരണം എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്ന ഒരു തോന്നൽ ആളുകൾക്ക് വരികയും ഇനി ചോദിച്ചാൽ തന്നെ രക്ഷപ്പെടാൻ പഴുതുകളുണ്ട് എന്നവൻ കണ്ടെത്തുകയും അതിനുള്ള സ്വാധീനവും പിൻബലവും ഒക്കെ അവൻ ആർജിച്ചെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നും വരാനില്ല എന്ന ഒരു തോന്നൽ കൂടി ആളുകൾക്കുണ്ട്. ഇത് സമൂഹത്തെ ഇപ്പം ഇങ്ങനെ നോക്കിക്കാണുന്ന ആർക്കും ബോധ്യമുള്ളൊരു സംഗതിയാണ്. പുതിയ ഒരു ഇൽമ് പങ്കുവെക്കുകയല്ല. അപ്പോഴേ നമുക്ക് ഒരു പഴയകാല പൈതൃകമുണ്ട്. നമുക്ക് കാര്യമായി ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ലാത്ത, പേരെഴുതാൻ പോലും അറിയാത്ത, ആകെ അവർ പഠിച്ചത് നബിയിൽ നിന്ന് അവർ കേട്ട ഖുർആൻ മാത്രമാണ്. വേറെ ലോകത്തെ വലിയ കലാലയങ്ങളിൽ നിന്ന് അവരൊന്നും പഠിച്ച് പുറത്തിറങ്ങിയ പ്രോഡക്റ്റുകളല്ല. നബി വളർത്തിയ സമാജത്തിൻ്റെ ആളുകളിൽ ബിരുദ കൂമ്പാരങ്ങളുടെ അക്ഷരക്കൂട്ടങ്ങൾ അകമ്പടിയായിട്ട് അവരുടെ പേരിന് എഴുതാനില്ല. പക്ഷെ അവർ ജീവിതത്തിൽ സ്വയം നിയന്ത്രിച്ചു. ലോകത്തെ നിയന്ത്രണം എന്തെന്ന് പഠിപ്പിച്ചും ജീവിച്ചവരാണ്.
മാത്രവുമല്ല, അവർ വളർന്നു വന്ന സമൂഹം എന്ന നിലക്ക് എക്കാലത്തുള്ള സമൂഹവും അവർ മാതൃകയായി അവരെ പിൻപറ്റാൻ യോഗ്യന്മാരുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന് പറഞ്ഞ താബിയായ സഹാബികൾ വരെ മതവിധികൾ അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിൻ്റെ പിതാവ് 10 കൊല്ലം ഒരു മസ്റയിൽ ഒരു കൃഷിയിടത്തിൻ്റെ ഹാരിസായി ജോലി ചെയ്ത മനുഷ്യനാണ്. അതിൽ മുന്തിരികളുണ്ട്, പലതരം പഴങ്ങളൊക്കെയുള്ള ഒരു തോട്ടം. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ കൂട്ടുകാരെയുമായി തോട്ടത്തിലേക്ക് വന്നിട്ട് ഹാരിസായ അബ്ദുല്ലാഹി മുബാറക്കിൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇവർക്ക് കഴിക്കാൻ നല്ല കുറച്ച് മുന്തിരി കൊണ്ടുപോയെന്ന്. അപ്പോൾ അദ്ദേഹം മുന്തിരി പറിച്ചു കൊണ്ടുവന്നു. അത് പുളിച്ചിട്ട് വായിൽ വെക്കാൻ കഴിയാത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ഭയങ്കര പുളിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വേറെ കൊണ്ടുപോവാ. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് വേറെ മുന്തിരി പറിച്ചു കൊണ്ടുവന്നു. അതൊരു ചമർപ്പും. അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ മുമ്പിൽ വഷളാക്കാനാണോ? ഇത്ര കാലം ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് നിനക്കറിയില്ല ഏത് മരത്തുമ്മലാണ് നല്ല മുന്തിരിയുള്ളത്, മധുരമുള്ളത്, ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയത് ഏതാന്ന് ഇത്ര കാലം ഇവിടെ ജോലി ചെയ്ത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇന്നമാ അർസൽതനി ഹഫൽതു വഅഖൂമു അലാ ഖിദ്മതിഹി. നിങ്ങൾ എന്നെ ഇവിടെ ഏൽപ്പിച്ചത് ഈ തോട്ടത്തിൻ്റെ പരിചരണവും അതിൻ്റെ സംരക്ഷണവുമാണ്. അത് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു മുന്തിരി തിന്ന് നോക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിട്ടില്ല. നിങ്ങൾ എന്നോടിട്ട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് വേണ്ടിയൊക്കെ തിന്നാളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തിന്നൽ ഹലാലല്ലാത്തത് കൊണ്ട് ഈ 10 വർഷം ഇവിടെ ജോലി ചെയ്താൽ ഏത് മുന്തിരിയാ പുളിയുള്ളത്, ഏതാ മധുരമുള്ളത് ഞാൻ നോക്കിയിട്ടില്ല എന്ന് തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ സാത്വികത, ആ ബോധം ഈ വിദ്യാഭ്യാസമല്ലാത്ത വലിയ കലാലയങ്ങളുടെ പ്രോഡക്റ്റ് അല്ലാത്ത ഹ്യൂമൻ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? അതാണുള്ളൊരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് അൽ മുറാഖബ. നമ്മൾ ആ പദം തന്നെ പഠിച്ചു വെക്കണം. ഇസ്ലാമിലൊരു ഇബാദത്തായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ മുറാഖബ എണ്ണുന്നത്. ആ പദം ചിലപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നവരുണ്ടാവും, കാരണം ഒരു അറബി പദമാണ്. പക്ഷേ റഖീബ് എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പള്ളി ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമല്ല. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അതല്ലെങ്കിൽ ഒരു ഓഫീസോ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോ വീടുകൾ വരെ എഴുതി വെക്കും, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. റഡാറുകളുണ്ട്, സാറ്റലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒളിക്യാമറകളുണ്ട്, അങ്ങനെ ഡ്രോണുകളുണ്ട്. പല രൂപത്തിൽ ആളുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എമ്പാടുമുണ്ട് ലോകത്ത്. ഭൂമിക്കടിയിൽ പെട്ടുപോയ ആളുകൾ വരെ നിരീക്ഷിക്കാൻ സംവിധാനമുള്ള ക്യാമറകളുണ്ട്. പുഴക്കടിയിലും കടലിനടിയിലും ഒക്കെ മീറ്റർ കണക്കെ ആഴമുള്ളത് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ കാലത്ത് ഈ പ്രപഞ്ചത്തെ അന്യൂനമായി പ്രപഞ്ചത്തെ പടച്ച റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. കാരണം മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങൾ തന്നെ അതിശക്തമാണെന്നും വളരെ
മൈന്യൂട്ടായ സംഗതികൾ വരെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അതൊക്കെ നമ്മൾ കണ്ടും അനുഭവിച്ചും വളരുകയാണ്. പിന്നെ ഈ പ്രപഞ്ചത്തെ വളരെ കലാപരമായി അണിയിച്ചൊരുക്കിയ നാഥൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെയും അവൻ്റെ അറിവിൽപ്പെടാതെയും നമ്മൾക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധം സ്വരൂപിച്ചെടുക്കാൻ വലിയ ഗവേഷണ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പക്ഷേ സംഗതി എന്തുകൊണ്ടോ അന്ന് അവർക്കുണ്ടായിരുന്ന ആ ബോധ്യം നമ്മൾ ഇന്ന് ആ ബോധ്യം അത്രത്തോളം ഉണ്ടോ? ഈ നോമ്പ് നമുക്കത് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണ് ഈ മുറാഖബ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാ യകൂനു മിൻ നജ്വാ സലാസ ഇല്ലാ ഹുവ റാബിഉ. നിങ്ങൾ മൂന്നാളുകൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നാലാമനായി റബ്ബുണ്ട് അവിടെ. വലാ ഹംസത്തിൻ ഇല്ലാ ഹുവ സാദിസു. അഞ്ചാളുകൾ സംസാരിക്കുന്നിടത്ത് ആറാമനായി പടച്ചറബുണ്ട്. എന്നിട്ട് പറഞ്ഞു വല അദ്നാമിൻ ദാലിക വല അക്സർ. ഇനി അതിനേക്കാൾ കൂടിയ സംഖ്യയാണെങ്കിലും കുറഞ്ഞ സംഖ്യയാണെങ്കിലും അള്ളാഹു അവരോടൊപ്പമുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സൂറത്ത് യൂനുസ് എത്തുമ്പോൾ പറയുന്നൊരു വാക്ക്, വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ ഒരു മിസ്കാലു ദർറത്ത്, നമ്മളൊരു അണുത്തൂക്കം എന്നൊക്കെയാണ് അതിന് പരിഭാഷപ്പെടുത്താറുള്ളത്. ദർറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഉറുമ്പ് എന്നാണ്. കറുത്ത് മേൽക്കൂടെ ഇങ്ങനെ അരിക്കുന്നുണ്ടാവും, പക്ഷേ നോക്കിയാൽ കാണാത്ത അത്രയും ചെറിയ ഉറുമ്പിനാണ് ദർറത്ത് എന്ന് പറയാം. അന്ന് അതിന് അളവിൽ ഏറ്റവും ചെറിയ വസ്തു, നമ്മളതിന് ആറ്റം എന്നോ അണു എന്നൊക്കെ ഇപ്പോൾ പരിഭാഷപ്പെടുത്തും. യഥാർത്ഥത്തിൽ അള്ളാഹ് പറഞ്ഞത് ഏറ്റവും ചെറിയൊരു സംഗതി വരെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നില്ല കേട്ടോ, ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ. എന്നിട്ടും അള്ളാഹ് പറഞ്ഞു വല അസ്ഗറ മിൻ ദാലിക. ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിൽ അള്ളാഹു കാണും. വല അക്ബറ ഇല്ലാ ഫി കിതാബി മുബീൻ. അതെല്ലാം അള്ളാഹുവിൻ്റെ രേഖയിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഒന്നുകൂടി അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്, വയഅലമു മാഫിൽ ബർരി വൽ ബഹർ. കടലിലുള്ളതും കരയിലുള്ളതും അവൻ അറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ. ഒരു ഇല പോലും പൊഴിയുന്നില്ല. ഇല്ലാ യഅലമു. അള്ളാഹ് അറിഞ്ഞിട്ടല്ലാതെ. ആലോചിച്ച് നോക്കൂ, ലോകത്തുള്ള വനാന്തരങ്ങളിലും കാറ്റടിക്കുമ്പോൾ വീഴുന്ന വൻമരങ്ങളുടെ ഇലകളുമൊക്കെ അതിങ്ങനെ ഒന്നാകെ പൊഴിഞ്ഞ് വീണ് മുറ്റൊക്കെ ഒരു മരം നമുക്കറിയാലോ, കണ്ടമാന ഇലകൾ വീഴുന്നൊരു സമയമാണ്. പക്ഷേ അള്ളാഹ് പറഞ്ഞ വാക്ക്, ഒരു മരത്തിൻ്റെ ഇലകൾ പോലും പൊഴിയുന്നില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയും അവൻ്റെ അറിവോടുകൂടിയുമല്ലാതെ. പിന്നെ പറഞ്ഞു വലാ ഹബ്ബത്തിൻ. ഒരു ധാന്യവുമില്ല കേട്ടോ, ഫി ളുലുമാത്തിൽ അർളി. ഭൂമിയുടെ ഇരുട്ടുകൾ എവിടെയോ വീണുപോയതുവരെ. വല റത്ബിൻ വല യാബിസിൻ. അത് ഉണങ്ങിയതാവട്ടെ പച്ചയാവട്ടെ. ഇല്ലാ ഫി കിതാബി മുബീൻ. അതെല്ലാം അള്ളാഹുവിൻ്റെ രേഖയിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നന്നാവുക, ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നുള്ളതിൽ ആരാധനകളടക്കം ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ഈ മുറാഖബയാണ്. അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം അവൻ്റെ മനസ്സിൽ വരണം. അത് വരാഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം കാര്യങ്ങൾ, സമൂഹത്തിലെ ഒരു ആദരവും അംഗീകാരവും ഒക്കെ കിട്ടാൻ ചിലപ്പോൾ ആരാധനകൾക്ക് അനുഷ്ഠിക്കേണ്ടി വരും. കാരണം മുസ്ലിമാണ് എന്ന് പറയണമെങ്കിലും ഒരു മുസ്ലിം സമാജത്തിലെ മെമ്പറാണ് എന്ന് സമൂഹം അംഗീകരിക്കണമെങ്കിലൊക്കെ പള്ളിയിൽ പോവുക, നിസ്കരിക്കുക,
അതുപോലെ സക്കാത്ത് കുറച്ചെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോഴൊക്കെയാണോ നമ്മളാളാന്ന് ആളുകൾ പറയാം. പക്ഷേ മുറാഖബ ഉണ്ടാകുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ടുവരും. ബിഹസനാത്തിൻ, ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യന്മാരാണ് അവർ. അതിലെന്തൊക്കെയുണ്ട്? നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും, അങ്ങനെ എല്ലാ നന്മകളുടെ കൂട്ടങ്ങൾ, ഭാരിച്ച നന്മകളുമായി ഖിയാമത്ത് നാളിൽ കുറേ മനുഷ്യന്മാർ വരും. എത്രത്തോളം? അംസാലി ജിബാലി തിഹാമ, തിഹാമ മലയോളം പുണ്യങ്ങൾ ആ മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട്. തിഹാമ മല, ഉഹുദ് മല എന്നൊക്കെ ഹദീസിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ അത് കണ്ടനുഭവിച്ച അറബികൾക്ക് അതിൻ്റെ വലുപ്പവും ഗാംഭീര്യവും വേഗം ബോധ്യപ്പെടും. തിഹാമ മലയോളം നന്മകളുമായി ചില മനുഷ്യന്മാർ ഖിയാമത്ത് നാളിൽ വരും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പക്ഷെ ആ നന്മകളൊക്കെ മൻസൂറ, ഒരു ഉപകാരവും ഇല്ലാതെ അതിനൊക്കെ പൊടിയായി ഭസ്മമാക്കി പാറ്റിക്കളയും, അവനത് ഉപകരിക്കൂല എന്ന്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ അവരെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തരും. ജീവിതത്തിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് ഇത്രത്തോളം തിഹാമ മലയോളം കനം തൂങ്ങാൻ മാത്രം നന്മകൾ ചെയ്തിട്ട് പരലോകത്ത് വരുമ്പോൾ ആദരവോടുകൂടി അവരെ സ്വീകരിക്കാനുള്ള വേണ്ടത്, മറിച്ച് അവർക്കത് ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ശിക്ഷക്ക് അവർ കാരണക്കാരാവുകയും ചെയ്താലോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ തന്നെയാണ്. എന്താ പ്രശ്നം? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖുഹ, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ഒറ്റക്കാവുമ്പോൾ ഹറാമുകളും ചെയ്യും. കാരണം അള്ളാഹ് നിരീക്ഷിക്കുന്നു എന്നൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് ഒറ്റക്കാവുമ്പോൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഇതിപ്പോൾ ആരും കാണുന്നില്ല, എനിക്ക് അനുകൂലമായ സാഹചര്യമാണ്, പക്ഷെ എൻ്റെ റബ്ബ് ഇത് നോക്കിക്കാണുമല്ലോ. റബ്ബിനെ ഇത് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ, അവനെ മറച്ചു വെച്ചു കൊടുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ബോധ്യമാണ് തിന്മകളിൽ നിന്ന് മനുഷ്യന് നൽകുന്നത്. ചിലത് നിയമത്തെ പഠിച്ചിട്ടാവും, പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിൽ എത്തിപ്പെട്ടാൽ അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് തിന്മ ചെയ്യാതിരിക്കും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ എന്താണെങ്കിലും മതം വിരോധിച്ചൊരു സംഗതിയാണല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് ഒരു ബോധ്യത. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു നമ്മുടെ നെഞ്ചകത്തുള്ളത് വരെ അറിയുന്നവരാണ്. തെറ്റായ ഒരു ചിന്ത പ്ലാൻ ചെയ്യുന്നത് പോലും അവർ നിർത്തിവെക്കും. കാരണം അള്ളാഹ് അറിയല്ലോ, അപ്പം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അള്ളാഹു അറിയല്ലോ, ഞാനിങ്ങനെ തീരുമാനിച്ചു എന്നുള്ള സംഗതി തന്നെ എന്ന നിലക്ക് അറിയുന്നവനാണ്. അപ്പോൾ ആ ഒരു മനുഷ്യനെ തെറ്റിൽ നിന്ന് മുക്തനാക്കുന്നത്, തെറ്റ് ചെയ്യാതെ അവനെ പ്രതിരോധിക്കാൻ അവനെ പഠിപ്പിക്കുന്നത് ഈ ഒരു ബോധ്യം മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഹായിയുമായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആട് മേക്കുന്ന ഒരാട്ടിടയനെ കാണുന്നു. കണ്ടമാനം ആടുകളെയും ഇപ്പോഴും നമുക്കൊക്കെ സൗദിയിലൊക്കെ പോയാൽ അങ്ങനെ ആളുകളെ കാണാമല്ലോ. ആട് ജീവിതമൊക്കെ വായിച്ച് നമുക്കത് പറയുമ്പോൾ വളരെ വ്യക്തമാവും ചെയ്യും. ആ ഒരു ആട് ജീവിതത്തിൻ്റെ പ്രതിയാണ് സത്യത്തിൽ, അങ്ങനത്തെ ഒരു ഇടയനെയാണ് ഉമർദാൻ കാണുന്നത്. ഉമർദാൻ അദ്ദേഹത്തോട് വളരെ ശാന്തമായി ചോദിക്കുന്നുണ്ട്, ബി ഇനി ഷാത്തൻ, ഒരാടിനെ എനിക്ക് നീ വിൽക്കുമോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നി മംലൂക്കുൻ, ഞാനിതിൻ്റെ അടിമയാണ്, ഈ യജമാനൻ്റെ അടിമയാണ് ഞാൻ, ഇതിനെ നോക്കി പരിപാലിക്കുക എന്നുള്ള ഡ്യൂട്ടി എനിക്കുള്ളൂ, വിൽക്കാനുള്ള അധികാരം എനിക്കില്ല, ഞാൻ മംലൂക്കാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, കൊല്ലി സയ്യിദിക്, നിനക്കെൻ്റെ യജമാനോട് പറഞ്ഞുകൂടെ, അകലഹദ്ദിബു, ചെന്നായ തിന്നതാണ് അതിനെ. ഇപ്പോൾ വൈകുന്നേരം അവയെ ഒന്നായിട്ട്
ആട്ടിത്തെളിച്ച് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ ഒരെണ്ണം കുറവാണല്ലോ എന്ന് മുതലാളി പറയുമ്പോൾ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ നിനക്ക്, ഞാൻ അതിൻ്റെ കാശ് നിനക്ക് തരും, ആ ആടിൻ്റെ വില ഞാൻ നിനക്ക് തരും, നിനക്കത് പോക്കറ്റിലിടാം, പക്ഷേ ആടിൻ്റെ എണ്ണം ഇങ്ങനെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്ക് ഫ ഐനല്ല, യജമാനോട് അങ്ങനെ പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. വാചാലത ഉണ്ടെങ്കിൽ ചെന്ന് ആദ്യം തന്നെ പറയാലോ, വേണമെങ്കിൽ എണ്ണീട്ട് പിന്നെ പറയാൻ നിൽക്കണ്ടല്ലോ, ആദ്യം തന്നെ ഒന്നിനൊന്ന് ചെന്നായ പിടിച്ചിട്ടോ ഞാൻ കുറേ പിന്നാലെ കൂടി നോക്കി എന്നൊക്കെ പറഞ്ഞു നോക്കാലോ. അപ്പം മുതലാളിക്ക് വിശ്വാസമാവുമല്ലോ. മാത്രമല്ല അതൊരു അത്ഭുതപ്പെടുന്ന സംഭവമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചെന്നായ പിടിക്കുന്ന കാലമുള്ളത് കൊണ്ടാണല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിനെ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോൾ വരെ പറഞ്ഞ് ചെന്നായ പിടിക്കുന്നല്ല, മനുഷ്യനെ വരെ പിടിക്കുന്ന ഒരു കാലത്ത് പിന്നെ ഒരു ആടിനെ ചെന്നായ പിടിക്കുന്ന പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട സംഗതിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ ചോദ്യം ഫബക്ക ഉമറു, ഉമറാൻ കരഞ്ഞുപോയി. ഒരു ഇസ്ലാമിക രാജ്യത്ത് ഈ ആടുജീവിതത്തിലെ ഈ മനുഷ്യൻ അയാൾ ചോദിക്കുകയാണ്, അയാൾക്കിത് ഉമർ പരീക്ഷിക്കാൻ വേണ്ടിയും എൻ്റെ ഈമാനിൻ്റെ ശക്തി നോക്കാൻ വേണ്ടിയും ചോദിക്കാമെന്നൊന്നും ഇപ്പം അയാൾക്കറിയില്ല. അയാൾക്ക് ഇത് ഉമറാന്ന് പോലും അറിയില്ല, അയാളാണ് ഒരു ഭരണാധികാരി എന്നറിയില്ല, ഒന്നും അറിയില്ല. ഒരു മനുഷ്യൻ വന്ന് ആടിനെ ചോദിച്ചു എന്നുള്ള വിവരം അയാൾക്കറിയുള്ളൂ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിക്കുന്നത് നിൻ്റെ യജമാൻ ആരാണ്? എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ അടുത്ത് പോയിട്ട് ആ ആട് മേക്കുന്ന മനുഷ്യൻ ഇയാളുടെ അടിമയാണല്ലോ, അയാളോട് പറഞ്ഞു നിങ്ങൾ അടിമയുടെ ഇങ്ങനെ നന്മ കണ്ട് അയാളെ മോചിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്ങനെ അദ്ദേഹത്തിന് മോചിപ്പിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നൊരു വാക്കുണ്ട്, അഅ്തഖ്തുക ഫിദ്ദുനിയാ ഹാദിഹിൽ കലിമ. നിങ്ങൾ ആ വാക്കുണ്ടല്ലോ, അല്ലല്ലേ അള്ളാനെ കാണൂലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാണ് ഈ ദുന്യാവിൽ ഞാൻ നിന്നെ മോചിപ്പിക്കാൻ കാരണം. ഈ മോചിപ്പിക്കുന്നത് കൊണ്ട് പരലോകത്ത് അള്ളാഹും എന്നെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം സഹാബികളാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു നാട്ടിലൊരു ഉദാഹരണം പറയും. ഒരാൾ ഒരു എംപ്ലോയ്മെൻ്റ് ഓഫീസറാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജോലി കൊടുക്കേണ്ട ആൾ അയാളാണ്. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് യോഗ്യന്മാരെ കണ്ടെത്തിയ അയാളാണ് ഫൈനൽ തീരുമാനം ലിസ്റ്റ് ഇടേണ്ടി. അപ്പം എൻ്റെ നാട്ടിലത്തെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിചയമുള്ള ആളാണല്ലോ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, നിങ്ങൾ എനിക്കൊരു എഴുത്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുത്തൊന്നും തരുമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇന്ന ആളെ ഫ്രണ്ടാണ്, ഇന്ന നാട്ടുകാരനാണ്, അപ്പോൾ നിങ്ങൾ ആ ജോലി എനിക്ക് തരണം എന്ന് നിങ്ങൾ അയാളോട് പറഞ്ഞാൽ മതി. അപ്പോൾ അയാളെ എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചു. അയാൾക്ക് അറിയണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അയാളെ മേശമ്മലാണ് ഓഫീസിലെ ഫോണുള്ളത്. അപ്പോൾ ആ ഫോണ് ഉള്ള മേശമ്മൽ പിന്നെ അയാൾ തുണി എടുക്കരുത്, വെള്ള തുണിയും വെള്ള കുപ്പായിട്ടാണ് വരിക. അങ്ങനെ അവിടെ സംസാരിച്ച് നോക്കിയാറ്. അയാൾ ചെന്നു, അയാൾ അപ്പോഴേക്ക് അവിടെ വന്നിരിക്കുന്നുണ്ട്. ചെന്ന് സലാം പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന ആളെ ഫ്രണ്ടാണ്, ഇന്ന നാട്ടുകാരനാണ്, അപ്പോൾ എൻ്റെ ഭാര്യ ഇൻ്റർവ്യൂവിനുണ്ട്, ഓൾ ക്വാളിഫൈഡ് ആണ്, ഓൾക്ക് ഈ ജോലി തരണം എന്ന് പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഭാര്യയ്ക്ക് ആ ജോലി കിട്ടും, കാരണം ഞാനാണ് ഓഫീസർ. മാക്സിമം 10 മാസമാണ് ആ ജോലി കിട്ടുക. എംപ്ലോയ്മെൻറ്റിൽ നിയമനം അങ്ങനെയാണ് ഉണ്ടാവും, പിന്നെ നീട്ടിക്കൊടുക്കണമല്ലോ വേണമെങ്കിൽ. പക്ഷെ അയാൾ ചോദിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയേക്കാൾ യോഗ്യതയുള്ള ആളുകൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും നിങ്ങളുടെ ഭാര്യയേക്കാൾ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകൾ അറ്റൻഡ് ചെയ്തിട്ട് അവരെയൊക്കെ തഴഞ്ഞിട്ട് നിങ്ങളെ ഭാര്യയ്ക്ക് ഞാൻ ജോലി തന്നാൽ നാളെ ഞാൻ റബ്ബിനോട് എന്താ മറുപടി പറയാമെന്ന് ചോദിച്ചോലോ. ആലോചിച്ച് നോക്കൂ, നാളെ ഞാൻ റബ്ബിനോട് മറുപടി പറയണല്ലോ. നിങ്ങളെ ഭാര്യയ്ക്ക് ഞാൻ വിചാരിച്ച ജോലി കിട്ടും, പക്ഷേ ഇൻ്റർവ്യൂവിൽ ആരാ വരിക എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഭാര്യയേക്കാൾ യോഗ്യതയും കഴിവും പ്രാഗൽഭ്യവും പരിജ്ഞാനവും ഒക്കെ ഉള്ള ആളുകൾ വന്നിട്ട് അവർക്ക് കൊടുക്കാതെ ഞാൻ നിങ്ങളെ ഭാര്യയ്ക്ക് തരണ്ടേ? അപ്പം ഞാൻ റബ്ബിനോട് എന്ത് മറുപടി പറയും? നിങ്ങൾ സലാം പറഞ്ഞ് വന്നോണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞ പോലെ. എന്നാൽ പിന്നെ ഒന്നുമില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മൂപ്പര് പോകുകയും ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മൂപ്പര് പോന്നു. മഗ്‌രിബിന് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, വെറുതെ അല്ല നിങ്ങൾ എഴുത്ത് തരേനിയല്ലേ എന്നാണ്. ആലോചിച്ച് നോക്കൂ, വെറുതെ അല്ല നിങ്ങൾ. ഞാൻ പറഞ്ഞു ഹക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ അവകാശം അയാൾ തടയില്ല.
നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ വേറൊരാൾക്കത് കൊടുക്കൂല, അതെനിക്കറിയാം. പിന്നെ അങ്ങനെ നീതി ചെയ്യുന്ന ഒരു മനുഷ്യന് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതുക? ഞാൻ പറയുന്ന എന്താ പറയുക, ഏത് സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനും എൻ്റെ ഈ ജോലിയിൽ ഞാൻ ഒരു കൃത്രിമം കാണിച്ചാൽ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടതുണ്ടല്ലോ എന്നും എൻ്റെ ബോധ്യമാണ് സച്ചരിതരായ സഹാബത്ത് ജീവിച്ച വഴിയിലൂടെ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒരു മനുഷ്യനെ തെക്കുവ കൊണ്ട് ഉപദേശിച്ചാലും ഒരു മാറ്റവും ഉണ്ടാവില്ല. അതങ്ങനെ കേൾക്കുമ്പോൾ ഓരോന്ന് ഒക്കെ നന്നാവണം, ശരിയാണെന്നൊക്കെ തോന്നും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ഇതോൻ്റെ മനസ്സിലാണ് കയറേണ്ട ഒരു സംഗതിയാണ്. ഏത്? എന്നെ എൻ്റെ നാഥൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് ആ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ നിങ്ങൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പഠിപ്പിച്ചല്ലോ, ഇന്ന റബ്ബക ലബിൽ മിർസ്വാ, നിന്റെ റബ്ബ് ഒളിയിരുന്ന് നിന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ല. മാത്രമല്ല അവനൊരു മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊക്കെ കുട്ടികൾക്ക് അങ്ങനെയുള്ള പരീക്ഷന് മുമ്പ് ഒരു മോട്ടിവേഷൻ, ആകെ മോട്ടിവേഷനാണ് ഇപ്പോൾ കൊടുക്കുന്ന സംഗതികളൊക്കെ. 1500 2000 കച്ചവടക്കാർക്ക് മോട്ടിവേഷൻ, എല്ലാവർക്കും മോട്ടിവേഷനാണ്. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് റബ്ബ് എന്നെ ഹൈറ് കൊണ്ട് പരീക്ഷിക്കുന്ന റബ്ബ് ഷെറ് കൊണ്ടും പരീക്ഷിക്കും. അതാണല്ലോ ഈമാൻ കാര്യത്തിൽ നമ്മൾ ഹൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ നമുക്ക് മനസ്സിലേക്ക് വരണം എന്ത്? അല്ലാഹ് പറഞ്ഞല്ലോ, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം അഭിനയിക്കാൻ നല്ല കഴിവുള്ളവരാ മനുഷ്യന്മാർ. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ഭക്തനായിട്ട് അഭിനയിക്കാൻ കഴിയും. പക്ഷേ അള്ളാഹ്ക്കറിയാലോ എൻ്റെ ഭക്തി എന്താണ്. ഓപ്പം എന്താ ഈ കാട്ടിക്കൂട്ടൽക്ക്, എന്തിനാപ്പം ഈ കാട്ടിക്കൂട്ടൽ? അത് അള്ളാഹ് പറഞ്ഞു, വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം വഹുവ മഅഹും, അവൻ അവരോടൊപ്പമുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദും രേഖപ്പെടുത്താതൊരു വാക്കുകൾ പോലും ഉച്ചരിക്കുന്നില്ല എന്നൊരു ബോധ്യം എനിക്ക് വരുമ്പോൾ എൻ്റെ ഓരോ വാക്കുകളും ഞാൻ വളരെ നിരീക്ഷിച്ചും കരുതിയും അതിൽ അനാവശ്യങ്ങൾ വരാതെയും തെന്നിപ്പോകാതെയും ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കും. എൻ്റെ പ്രവർത്തനങ്ങൾ ഇതുപോലെ ഒപ്പിയെടുക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയുണ്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കടയിൽ ചെല്ലുമ്പോൾ ഇവിടെ ക്യാമറയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജാഗ്രത കൂടുമല്ലോ. ക്യാമറ ഉണ്ടല്ലേ, നമ്മൾ ആദ്യമേ ദുരുദ്ദേശമൊന്നുമില്ല, എന്നാലും ക്യാമറ ഉണ്ട് അറിയുമ്പോൾ എടുത്താണ്ട് ആ സ്ഥാനത്ത് തന്നെ വെച്ചില്ലെങ്കിൽ ഒരു ക്യാമറ ഓണാക്കി നോക്കി ഇയാളാണ് അലങ്കോലാക്കിയെന്ന് തന്നെയും കാണുമല്ലോ. എടുത്താണ്ട് നോക്കിയാൽ അപ്പുറത്ത് കിട്ട്, അല്ലെങ്കിൽ ഒന്ന് വീണ് പോയി, ഇതൊക്കെ അയാൾ ശ്രദ്ധിക്കും ക്യാമറ തിരിച്ചു നോക്കിയാൽ. അപ്പോൾ ഞാനത് സൂചിപ്പിക്കണ എന്താ നിങ്ങൾ, ആര് ബോധ്യമല്ല കഴിഞ്ഞാൽ ഒരു സ്വർണ്ണക്കടയിൽ കണ്ടമാനം സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കല്യാണ പാർട്ടി വന്നതാണ്, അങ്ങനെ ഇട്ടു എടുത്ത് അത് നോക്കി ഇത് നോക്കി അവരിങ്ങനെ, കാരണം അവർക്ക് കച്ചവടമാണല്ലോ, പാർട്ടി എടുക്കണമല്ലോ. ഒരു പർദ്ദ ഇട്ട ഒരു പെണ്ണ് ഒരു സാധനം എടുത്തിട്ട് ഇവിടെയാണ് തിരികെ. കല്യാണപ്പെണ്ണിൻ്റെ ഉമ്മ, ആലോചിച്ച് നോക്കണം. അങ്ങനെ അവരിങ്ങനെ പിരിത് നോക്കി അവസാനം ഒന്ന് തിരിച്ചു വെച്ചപ്പോൾ ഒന്ന് കാണുന്നില്ലാത്തപ്പോൾ അവർ പിന്നെ ക്യാമറ ചെക്ക് ചെയ്തു. ക്യാമറ ചെയ്യപ്പോൾ ഈ കല്യാണ പാർട്ടി 30 പവൻ എടുത്തിട്ടുണ്ട്. അവർ 30 പവൻ ഇപ്പോഴൊക്കെ നിങ്ങൾ കാശ് കൊടുത്ത് എടുക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ കാശുള്ളവരാണല്ലോ. പക്ഷെ ആ വീട്ടിലെ പെണ്ണാണ്, ഇവരുടെ ഉമ്മയാണ് ഈ പണിയെടുത്ത്. അവർ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ പെണ്ണ് മെല്ലെ ഇവിടെ വെക്കുന്നത് കാണുക. ജ്വല്ലറി അടക്കുന്നതിന് മുമ്പ് അതിലെ ടീം വണ്ടി എടുത്തിട്ട് ഇവരെ വീട്ടിലേക്ക് വന്നു. നിങ്ങളെ ഉമ്മ ഇങ്ങനെ ഒരു ആഭരണം തീർന്ന് എടുത്തിട്ടുണ്ട്. ആദ്യം ഇവരും കൂടി ചൂടായി, നിങ്ങൾ എന്താ മനുഷ്യനെ വഷളാക്കുകയാണോ, നിങ്ങൾ എന്താ വിചാരിച്ചത്, എൻ്റെ അമ്മേ ഞങ്ങളമ്മയെന്നൊക്കെ ചോദിച്ചു. ഹീറ്റാവണ്ട, അത്
അവരവരെ മൊബൈലിൽ അതാണ് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, മാനം കെടുക്കരുത്, നിങ്ങൾക്ക് എത്ര നഷ്ടമാണെങ്കിലും തരാം, ഇത് നിങ്ങൾ ആരോടും പറയരുത്. കാരണം ഒരു വലിയ മാന്യതയുള്ളൊരു കുടുംബം. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ പോലെ അറിയില്ല എന്ന് കരുതി എന്നാ പറഞ്ഞു. ഇതിങ്ങനെ ഒന്നായിട്ട് എടുത്തു തരില്ലേ. ഇപ്പോൾ നല്ല വിലയാണുള്ള സാധനങ്ങൾ അഴിച്ചൊക്കെ അജ്ജ് വരെ പോകുമ്പോൾ ഒരു വള്ളം ഉണ്ടെങ്കിൽ അത് കാലപ്പോൾ. അപ്പോൾ അത് ഇത്ര ഇങ്ങനെ എടുത്തു തന്നപ്പോൾ അതൊന്നും അറിയില്ല എന്ന് കരുതിയപ്പോൾ ഒന്ന് എടുത്തു വെച്ച ഒരു ഹരത്തിനാണ്. ഉമ്മാക്ക് അങ്ങനത്തെ ഒരു പാരമ്പര്യമില്ല, അങ്ങനെ എടുക്കണപ്പോൾ സ്വഭാവമില്ല, അങ്ങനെ എടുത്തിട്ട് കിട്ടിക്കോളണം എന്നുള്ള ആവശ്യമുള്ള കുടുംബമല്ല, ഒന്നുമല്ല. ഉമ്മാക്ക് വേണമെങ്കിൽ ഇതുപോലെ വാങ്ങിക്കൊടുക്കാൻ ആ മക്കൾക്ക് കഴിയും. പക്ഷെ ഇത് നിരീക്ഷിക്കുന്നത്, ക്യാമറ നിരീക്ഷിക്കുന്നത് ഉമ്മാൻ്റെ മനസ്സിലുണ്ടായില്ല. അല്ല നിരീക്ഷിക്കുന്ന മനസ്സിലുണ്ടെങ്കിലും ഈ ക്യാമറ ഇവിടെ എത്രത്തോളം സുസജ്ജമാണ് എന്ന് ഉമ്മാക്ക് ഉണ്ടായില്ല. എന്നിട്ട് അവരാകെ പറഞ്ഞ റിക്വസ്റ്റ് എന്താ, നിങ്ങൾ പത്രത്തിൽ കൊടുക്കരുത്, പത്രത്തിൽ കൊടുക്കരുത്. കാരണം നിങ്ങൾക്ക് നഷ്ടം വേണോ, നഷ്ടം ഞങ്ങൾ തരാം. നഷ്ടമൊന്നും വേണം ഞങ്ങൾക്ക്, ഞങ്ങളെ കാരണം ബിസിനസ് അങ്ങനെയാണല്ലോ, നഷ്ടമൊന്നും തരാം, ഞങ്ങൾക്ക് ഞങ്ങളെ മുതൽ കിട്ടിയാൽ മതി. എടുത്തു കൊടുത്തു, ഓല് തിരിച്ചു പോകുകയും ചെയ്തു. എന്നോട് ആ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞു, നോക്കിയാണ് നിങ്ങൾ ഇത്ര പ്രായമുള്ളൊരു പെണ്ണാണ് ഈ പണിയെടുത്ത് എന്ന് പറയും. ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ മനുഷ്യനിങ്ങനെ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ വരുമ്പോൾ തിന്മ ചെയ്യാനിങ്ങനെ, അതങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ്. കാരണം അള്ളാഹ് പറഞ്ഞല്ലോ, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചായുന്നതാണ്. സാധാരണ നമുക്കറിയാമല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കളകൾ താനെ വളരുമല്ലോ. വിള വളരാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. കള വളരാൻ വേണ്ടി ആരും വളം ചേർക്കണ്ട, കീടനാശിനി അടിക്കേണ്ട, ഒന്നും വേണ്ട, കള താനെ വളരും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിൽ തിന്മകൾ താനെ വരും. അപ്പം ആ തിന്മകളുടെ അവസ്ഥയെ കരിച്ചു കളയാൻ, നമുക്ക് നന്മയിൽ തന്നെ ചലിച്ചു പോവാൻ നമുക്ക് വേണ്ട ഊർജമാണ് ഈ ഭൂമുഖത്ത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ അടക്കവും അനക്കവും പടച്ച റബ്ബ് അറിയും. ഞാൻ ചെയ്തു കൂട്ടുന്നതെല്ലാം എൻ്റെ റബ്ബ് കാണും. ഈ ബോധ്യമാണ് ഒരു വിശ്വാസി ആർജിച്ചെടുക്കേണ്ടത്. അതാണ് അൽ മുറാഖബ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട ഒരു വാക്കാണ് മുറാഖബ. റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആ മക്കളെക്കുറിച്ച് ഭയപ്പെടേണ്ട. നമ്മളെ കൺമുമ്പെന്ന് പോയ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിക്കണ്ട. അവൻ ഈ നിസ്കാരമൊക്കെ ഇല്ലാതെയാകുമോ എന്ന് പേടിക്കണ്ട. കാരണം ഓൻ്റെ മനസ്സിൽ ഈ മുറാഖബത്തുണ്ട്. ആരും കാണൂലെങ്കിൽ റബ്ബ് കാണൂലേ? ആലോചിച്ച് നോക്കൂ. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുഹൃത്തുക്കളെ, എൻ്റെ സുഹൃത്ത് മുസ്തഫ സാഹിബ് ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, നിങ്ങളെന്നും കലക്ഷൻ കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്, അതിങ്ങനെ കൊടുക്കൽ ഉണ്ട്. പക്ഷെ ഒന്ന് കയ്യയത്തത്തോടുകൂടി ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം ആവശ്യം അത്ര ശക്തമാണ്. കാരണം അത് നമ്മൾ ഈ ഭാഗത്ത് ജീവിക്കുമ്പോൾ നമുക്കത് അറിയില്ല. അത് ഇപ്പം ടാർപ്പാളി വിരിച്ച് പള്ളി ഉണ്ടാക്കുന്നവർ, അവിടുത്തെയൊക്കെ ജീവിതാവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ ഒരു ലേശം നമ്മളൊന്ന് സഫർ ചെയ്താലും, ഇനി ഇപ്പോൾ കാശില്ലെങ്കിലും അവരുടെ അഡ്രസ്സ് വാങ്ങിയിട്ട് നിങ്ങൾ അതിലേക്ക് കൈയയഞ്ഞ് സഹായിക്കണം എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ സദ്ദുമങ്ങളും സഫലീകരിച്ച് തെരുമാറാകട്ടെ. നമ്മൾ ഇതുവരെ എടുത്ത നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തും ഫദലും കൊണ്ട് സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.